നമസ്കാരം. യുവഭാരത് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NDA എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. എളനാട് ഏരിയ കുടുംബ സംഗമം ശ്രീമതി മിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SC മോർച്ച ഏരിയ പ്രസിഡന്റ് സുരേഷ് കാനാശ്ശേരി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ BJP ഏരിയ പ്രസിഡന്റ് അഖിൽ CL അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ജനതാ പാർട്ടി മണ്ഡലം സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ, BDJS ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി, യുവമോർച്ച ഏരിയ പ്രസിഡന്റ് വിഷ്ണു രവി, ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീ ദേവാനന്ദൻ, ശ്രീ സുരേഷ് വെന്നൂർ, OBC മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം സുജിത് KR, OBC മോർച്ച മണ്ഡലം സെക്രട്ടറി ശ്രീ ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എളനാട് ഏരിയ മേഖലയിൽപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരെയും നമ്മുടെ ബാലേട്ടന് വോട്ട് ചെയ്ത് താമര അടയാളത്തിൽ താമര ചിഹ്നത്തിൽ തന്നെ മറക്കാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനാണ് ഇന്ന് നമ്മൾ കൂടിയിട്ടുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ 30 വർഷക്കാലത്തോളം നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ നേതാക്കന്മാരും അവരെ നിർത്തുന്ന ആളുകൾ സ്ഥാനാർത്ഥിമാരായി ജയിച്ചു വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് നമ്മളിവിടെ കാണാറുള്ളത്. പകരം ഈ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് നമ്മളെയൊക്കെ സഹായിക്കാൻ പ്രാപ്തിയും സമന്വനുമായിട്ടുള്ള നേതാവായിട്ടുള്ള നമ്മുടെ ബാലേട്ടനെ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യബോധം ഉണ്ടാവേണ്ടത്. പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ പ്രവർത്തകർ നേരിടുന്നുണ്ട്. പല മേഖലകളിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വേണം നാളെ നമ്മൾ ഇതിനൊക്കെ മറികടന്ന് ഈ പറഞ്ഞ ആളുകൾക്ക് മുന്നിൽ നോക്കുകുത്തികളായി നിൽക്കാതെ നാളെ നമുക്കും ചോദിക്കാൻ ഒരു ഉടയവനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഈ ഇലക്ഷനെ നേരിടാനുള്ള ശക്തിയും ഊർജ്ജവും നമ്മുടെ രാഷ്ട്രീയ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഈ എളനാട് ഏരിയയിൽ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ കുടുംബയോഗത്തിൽ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ജില്ലാ അംഗങ്ങൾ, നമ്മുടെ എളനാട് NDA ഏരിയയുടെ സംഘപരിവാർ പ്രവർത്തകർ എല്ലാവരും ഈ വരിയിൽ വിനീതമായി ഞാൻ നമസ്കാരം അറിയിക്കുന്നു. ചേലക്കര മണ്ഡലത്തിൽ ഇത്തവണ നമ്മൾ മത്സരിക്കുന്നത് വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാവരുടെയും പൂർണ്ണ പിന്തുണ നമുക്കുണ്ടാവണം, ബാലേട്ടനുണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷനായി. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവരും സമ്മതിദാന അവകാശം നിർവഹിക്കുന്നതിന് വേണ്ടി ബൂത്തുകളിലേക്ക് ചെല്ലുമ്പോൾ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിലുണ്ടാവേണ്ടത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു 100 വോട്ടെങ്കിലും. കാരണം നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ള ഏതൊരു പ്രദേശത്തെ നോക്കിക്കഴിഞ്ഞാലും ചേലക്കര നിയോജക മണ്ഡലത്തിലാണ് വോട്ട് വർദ്ധിപ്പിക്കാനായി നമുക്ക് സാധിച്ചത്. ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെയുള്ള വികാരം വളരെ ശക്തമാണ്. ആ ശക്തമായിട്ടുള്ള വികാരത്തിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇന്ന് വരെ നമ്മൾ വിശ്രമിച്ചോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ബാക്കിയുള്ള 2-3 മണിക്കൂറുകൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം? നാളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാരണം ഒരു 6 മണിയോട് കൂടിയിട്ട് നമ്മുടെ കൊട്ടിക്കലാശം നമ്മളിവിടെ നടക്കും. ആ കൊട്ടിക്കലാശം നടന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന സമയം കഴിച്ച് ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്? എങ്ങനെ നമ്മുടെ വോട്ട്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി നിർബന്ധമായിട്ടും ജയിച്ചിരിക്കും. ഒരു 20,000 വോട്ട് മനസ്സറിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ശ്രമിച്ചു കഴിഞ്ഞ് പിടിച്ചാൽ സ്ഥാനാർത്ഥിയുടെ വിജയമാണ്. ഇത് ആരുടെയും കുത്തക മണ്ഡലമല്ല. ഇവിടെയുള്ള വോട്ടർമാർ ആരുടെ അടിമകളല്ല. നമ്മൾ വീടുകളിൽ ചെന്ന് കൃത്യമായിട്ട് ഇന്ന് വൈകുന്നേരം ഒരു 4 പേര് ചെല്ലുകയാണെങ്കിൽ നാളെ രാവിലെ വേറെ ഒരു 4 പേര് ചെല്ലണം. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അമ്മമാർ ഒരു 2 പേര് ചെല്ലണം. രാത്രി വീണ്ടും നമ്മുടെ ചേട്ടന്മാർ ചെല്ലണം. ഇങ്ങനെ ഒരു വീട്ടിൽ നാളെയും മറ്റന്നാളുമായിട്ട് ഒരു